ഒമേഗ വ്ളോഗിലേക്ക് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്വാഗതം. നമ്മളിന്ന് കാണുന്നത് ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുടെ ഒരു വീടിന്റെ ദൃശ്യത്തിലേക്കാണ്. നമുക്കിതിലൊരു 7 വീടുകൾ വരുന്നുണ്ട്. 2210 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടാണ്. 4 BHK ആണ്. നമുക്കിതിൽ കോമൺ ആയിട്ടൊരു ബോർവെല്ലും ഓപ്പൺ വെല്ലും ഉണ്ട്. മുനിസിപ്പൽ വാട്ടർ കണക്ഷൻ ഉണ്ട്. ഇത് മനോഹരമായൊരു ലോഡും ഗാർഡനും ഒക്കെ ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കൂടാതെ നമുക്കിപ്പോൾ കാർ പോർച്ച് അതിന് നമുക്ക് സീലിംഗ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തേക്കുന്നത്. ഒരു നല്ലൊരു കൂളിംഗ് അറ്റ്മോസ്ഫിയറാണ് ഇവിടെ വരുന്നത്. അതുകൂടാതെ നമുക്ക് ഈ കോമ്പൗണ്ട് വാളൊക്കെ കോമൺ ആയിട്ട് നമുക്ക് ഇൻഡിവിജ്വലായിട്ട് തന്നെ നമുക്ക് അത് കോമ്പൗണ്ട് വാൾ കെട്ടിത്തിരിച്ചിട്ടുണ്ട്. അതിമനോഹരമായ ഒരു ആർക്കിടെക്റ്റോടുള്ള വീടാണ് ഇത് വരുന്നത്. ഒറ്റപ്പാലത്തിന്റെ ഹൃദയഭാഗത്താണ്. ഇതിൽ നമുക്ക് എല്ലാ സൗകര്യങ്ങളോടും കൂടിയാണ്. ഹോസ്പിറ്റല്, ചർച്ച്, അമ്പലങ്ങള്, പള്ളികളെല്ലാം ഉള്ള ഒരു ഏരിയ ആണ് നമുക്ക് ഇത് വരുന്നത്. അതിമനോഹരമായിട്ടുള്ള വീടാണ്. നമുക്ക് ഇതിൽ ഫ്രണ്ട് ഡോറൊക്കെ നല്ല തേക്കില് പണിത് കാണാം നമുക്ക്. അതുകൂടാതെ എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് നമുക്ക് ഇതിന്റെ വർക്കുകളൊക്കെ ചെയ്തേക്കുന്നത്. ഫിനിഷിംഗ് ആയിട്ട് കിടക്കുകയാണ്. അപ്പം നമുക്കിപ്പോൾ ഇതിൽ 2 വീടുകളാണ് വന്നിരിക്കുന്നത്. ഒന്ന് ഓൾറെഡി ഇതിൻ്റെ ഓപ്പോസിറ്റ് അത് കച്ചവടം അയക്കുന്നത്. അപ്പോൾ ഇതാണിപ്പോൾ നമുക്ക് കച്ചവടം ആവാനുള്ളൊരിത്. ചുറ്റുഭാഗവും നമുക്കിപ്പോൾ ഇന്റർലോക്കൊക്കെ പതിച്ച് നല്ല മനോഹരമായിട്ടുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. നമുക്കിതിൽ വേസ്റ്റേജ് പോകാനുള്ള രീതിയിലുള്ള ടാങ്കുകൾ, സേഫ്റ്റി ടാങ്കുകളൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. അതിമനോഹരമായിട്ടുള്ള ഒരു ഡോറാണ്. അത് നമുക്ക് സേഫ്റ്റി ലോക്കൊക്കെ വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് ഇതിൽ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ്സുകൾ നമുക്ക് ഇവിടുന്ന് കാണാം. ഫാൻസി ലൈറ്റ് കാണാം. അതേമാതിരി PLDC ഫാനുകൾ കാണാം. എല്ലാ റൂമുകളിലും ഉണ്ട്. അതുകൂടാതെ നമുക്ക് എല്ലാ റൂമുകളിലും CCTVയും AC പോയിന്റുകളും ഉള്ളതാണ്. നമുക്ക് ഡൈനിങ് ഹാളിൻ്റെ പോർഷനാണ്. മനോഹരമായിട്ടുള്ളൊരു വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ. ഇത് നമുക്ക് 2 റൂമിൻ്റെയും മിഡിൽ വരുന്നൊരു ഫാൻസി ലൈറ്റാണ് നമ്മൾ കണ്ടത്. എല്ലാ ഹ്യൂജ് റൂംസാണ് നമുക്കുള്ളത് ഇതിൽ. അതേമാതിരി നമുക്ക് ടോയ്ലറ്റിൽ നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള രീതിയിൽ ഗ്യാരണ്ടിയോടുകൂടിയുള്ള 1 സെറ്റ് ക്ലോസറ്റുകളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിലും ഫാൻസി ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഗജാരിയുടെ ടൈൽസാണ് യൂസ് ചെയ്തേക്കുന്നത്. എക്സോസ്റ്റ് ഫാന് എല്ലാം വേണ്ട യഥാസ്ഥാനങ്ങളിലെല്ലാം ഉണ്ട്. വാഷ് ബേസിൻ, മിറർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിൽ ഹാളും ഡൈനിങ് ഹാളൊക്കെ നമുക്ക് കാണാം. റൂമിൽ നിന്നിട്ട് ഇറങ്ങിയാൽ 2 റൂമാണ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത്. 2 റൂം അപ്സ്റ്റെയറിൽ വരുന്നുണ്ട്. എല്ലാം ഹ്യൂജ് റൂംസാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. നമുക്ക് ഹാളുകളിലെല്ലാം സ്പോട്ട് ലൈറ്റ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ACB പോർഷനൊക്കെ നമുക്ക് ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി കിച്ചൺ, മോഡൽ കിച്ചൺ
മാക്സിമം നല്ല രീതിയിൽ വർക്ക് ഏരിയ ഉൾപ്പെടെ ഇതിന് തന്നെ നല്ലൊരു എമൗണ്ട് 4-5 ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്കിതിൻ്റെ പ്രൈസ് എല്ലാം ഇതിൽ തന്നെ കാണാം. ബോർഡ് വർക്കുകളെല്ലാം ഫിനിഷിങ് ചെയ്തല്ല, എല്ലാം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് സ്റ്റേജിലേക്കുള്ള ഇതൊരു വ്യൂ ആണ്. ലൈറ്റ് നമുക്കൊരു ബീഡിങ് മാതിരി ലൈറ്റ് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ ടെറസ്, ഒരു ബാൽക്കണിയൊക്കെയാണ്. പഴയ തറവാട്ടിലുള്ള രീതിയിലുള്ള ടൈൽസിൻ്റെ ബോർഡുകളൊക്കെയാണ് നമ്മൾ പതിച്ചേക്കുന്നത്. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള എല്ലാ റൂമിലും റിമോട്ട് ഫാനുകളാണ് യൂസ് ചെയ്തേക്കുന്നത്. അതേമാതിരി CCTV പോയിന്റ് എല്ലാ റൂമുകളിലുണ്ട്. AC പോയിന്റ് ഉണ്ട്. താഴത്തെ അതേ ഒരു രൂപകൽപ്പന തന്നെയാണ് മുകളിലും ചെയ്തിരിക്കുന്നത്. എല്ലാം ഹ്യൂജ് റൂംസാണ്. എല്ലാത്തിലും നമുക്ക് ജിപ്സം വർക്കുകൾ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ചൂട് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന ചെയ്തേക്കുന്നത്. കോൺസെപ്റ്റിൻ്റെ വാൾ ക്ലോസറ്റാണ്, യൂറോപ്യൻ ക്ലോസറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ബാൽക്കണി കാണാം. ബാൽക്കണിയിലുള്ള ഒരു ഡോറ് തുറക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ ഇവിടുന്ന് അതിൻ്റെ വ്യൂ കാണിക്കുകയാണ്. നമുക്കിതിൻ്റെ പിന്നെ താഴത്ത് നമ്മൾ കാർപോർട്സിൻ്റെ ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനി ഏറ്റവും മുകളിലത്തെ ടോപ്പ് പോർഷനാണ്. നമുക്ക് വെള്ളമൊക്കെ നല്ല 1000 ലിറ്ററിൻ്റെ ടാങ്ക് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി വെള്ളം ചൂടാതിരിക്കാനുള്ള ഒരു കൂര മാതിരി ഒരു ഡിസൈനിങ്ങിലാണ് പണിതേക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ നമുക്കിവിടെ കാറ്റുകൊള്ളാനൊക്കെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വിൻഡോയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ താഴത്തെ ഒരു നല്ലൊരു വ്യൂ നമുക്ക് കാണാം. അപ്പോൾ ഇതിൻ്റെ കൂടൊപ്പം നമ്മൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും എല്ലാം കൊടുക്കുന്നതായിരിക്കും. ഇതിൻ്റെ വില പറയുന്നത് 90 ലക്ഷം രൂപയാണ്. അപ്പോൾ നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ സ്വന്തം ആരോമൽ സൈനിങ് ഓഫ്.